സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സുഹൃത്ത് ശ്രീ അഗസ്റ്റിൻ കളിയൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തി കണ്ടു. അതാണ് ഈ വീഡിയോയ്ക്ക് അവലംബം. അതായത് കന്യാകുമാരി ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. അതിൻ്റെ ഒരു ആശങ്കയാണ് എൻ്റെ സുഹൃത്ത് ശ്രീ അഗസ്റ്റിൻ പങ്കുവച്ചത്. ശ്രീ അഗസ്റ്റിന് മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ കന്യാകുമാരി ജില്ലക്കാരായ പലർക്കും ഈ ആശങ്കയുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളും മെഡിക്കൽ രംഗത്തെ മാന്യ വ്യക്തികളുമൊക്കെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേക പഠനങ്ങൾ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു ചില്ലറ കാര്യമല്ല. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ജില്ലയിൽ പുകയിലയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ ഉപയോഗം അത് ഈ കന്യാകുമാരി ജില്ലയിലും മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ പുകവലി അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം, മദ്യപാനം ഇതൊക്കെ കൂടുകയാണ്. അപ്പോൾ അതിനും ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ക്യാൻസർ എന്ന രോഗം ആരംഭ ദിശയിൽ കണ്ട് പിടിക്കുകയാണെങ്കിൽ അത് വലിയൊരു ശതമാനം ക്യാൻസറും പൂർണ്ണമായി സുഖപ്പെടുത്താമെന്നാണ് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ആരംഭദശയിൽ തന്നെ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബോധവൽക്കരണം ആവശ്യമാണ്. വീടാന്തരം തന്നെ അതിനുള്ള സ്ക്രീനിങ്ങും ബോധവൽക്കരണവും ആവശ്യമാണ്. പിന്നെ മറ്റൊന്ന്, ഈ ജില്ലയിൽ മാത്രമല്ല, ഇപ്പോൾ ഈ ജില്ലയെ ഹൈലൈറ്റ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഈ രോഗത്തിൻ്റെ അളവ് പഴയതിൽ നിന്നും ഇപ്പോൾ കൂടി വരികയാണ്. അത് ഈ പുകയിലയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ ഉപയോഗം തന്നെയാണ് ആ കാരണം. നോർത്ത് ഇന്ത്യയിലൊക്കെ പാൻ ശവിക്കുന്നത് അതൊരു ദിനചര്യയുടെ ഭാഗമാണ്. പക്ഷേ അവിടെ എത്രത്തോളം ക്യാൻസറിൻ്റെ അളവുണ്ട് അതിനെക്കുറിച്ചും ഒരു താരതമ്യം ആവശ്യമാണ്. പിന്നെ ഇവിടെ പറയാനുള്ളത്, മദ്യമായാലും പുകയിലയായാലും, പ്രത്യേകിച്ച് പുകയില ദോഷം തന്നെയാണ്. മദ്യമൊക്കെ അതിൻ്റെ ഉപഭോഗം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു സ്റ്റാൻഡേർഡ്, അതിനൊരു ഷെഡ്യൂള് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. ഈ അമിത മദ്യപാനമാണ് പലപ്പോഴും ഇത്തരം രോഗങ്ങളിലേക്ക് കൊണ്ട് വിടുന്നത്. ഇപ്പോൾ ഗോവ അല്ലെങ്കിൽ മാഹി തുടങ്ങിയ മദ്യത്തിന് വിലക്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ റോഡിൽ കുടിച്ചുകൊണ്ട് കുടിയന്മാർ കിടക്കുന്നത് നാമൊന്നും കാണാറേയില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സിനിമയിലായാലും ഒരു ചാരായ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡി ഷോപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സംവിധായകൻ ഒന്നോ രണ്ടോ കുടിയന്മാർ ആ പരിസരത്ത് വീണ് കിടക്കുന്നതും അവരുടെ ജൽപ്പനങ്ങളുമൊക്കെ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ പോലും ദരിദ്രരുണ്ട്, പക്ഷേ കുടിച്ചുകൊണ്ട് റോഡിൽ കിടക്കുന്ന വ്യക്തികളെ കാണാറില്ല എന്നതാണ് വാസ്തവം. അതായാലും ഈ സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് അവലംബം. അതിന് നമ്മുടെ ആരോഗ്യ മേഖലയിലും പത്രപ്രവർത്തക സുഹൃത്തുക്കളുമൊക്കെ അതിൻ്റെ കാരണങ്ങളും പഠനങ്ങളുമൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു. നമസ്കാരം.